അപ്പോൾ നമ്മൾ പച്ചക്കറി തോട്ടം കാണിക്കാം. പച്ചക്കറി തോട്ടം കാണാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിലോട്ട് പോവുകയാണ്. ടെറസിൻ്റെ മുകളിലാണ് കുറച്ച് പച്ചക്കറി തോട്ടം അങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ പച്ചക്കറി തോട്ടം കാണിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇതൊക്കെയാണ് പച്ചക്കറി. ഇത് ചീരയൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. കുറച്ച് ചെടിയും ഉണ്ട്. എന്നാൽ പച്ചക്കറികൾ, അതായത് മുളകാണ്. നല്ല ഇത് കത്തിരിക്ക, നല്ല കത്തിരിക്ക. ഇത് പൂവെല്ലാം പൂവിട്ട് നിൽപ്പുണ്ട്. ഇത് അമരക്കയാണ്. അമരക്ക കാച്ച് നിൽപ്പുണ്ട്. അതാണ് അമരക്ക. ഇതാണ് അമരക്ക കാച്ച് നിൽപ്പുണ്ട്. കുറേ പറിച്ചു. അമരക്ക അതാണ്. പിന്നെ പാൽമുളകുണ്ട്. വെള്ള പാൽമുളക് അതുണ്ട്. പിന്നെ തക്കാളി കുറച്ച് പറിച്ചായിരുന്നു വേറെ. അപ്പം പിന്നെ ഇതെന്ന് പറയണത് ഇത് എന്തുവാ, ഇതും കത്രികയാണ്. ഇത് പൂവിട്ട് നിൽക്കുന്നത് ചീര നല്ലവണ്ണം കാച്ച് നിൽക്കുകയാണ്. ഇതിപ്പം കറിപ്പരുവത്തിനായി. ഒന്ന് വെട്ടിയെടുത്താൽ കൊള്ളാം. വെട്ടി വയ്ക്കാൻ പോവുകയാണ്. ഇത് പിന്നെ ഒരു സൈസ് നീല മുളക്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഷോ മുളക് പോലൊരു മുളകാണ്. എല്ലാം വയലറ്റ് കളർ മുളകാണ്. ഒരുപാട് പൂത്ത് നിൽക്കുകയാണ്. പൂത്തല്ല, കാച്ച് നിൽക്കുകയാണ്. ഇത് ലാസ്റ്റ് ഇങ്ങനെയാണ് പഴുക്കുമ്പോഴത്തേന് അത് നല്ല പഴുക്കുന്ന മുളകാണ്, എരിയുള്ളത്. മറ്റതൊന്നും എരിയില്ല. ഈ പഴുക്കുന്ന മുളകാണ്. ഇതാണ് എരിയുള്ള മുളക്. ബാക്കിയെല്ലാം വയലറ്റ് കളറാണ്. ഇത് കായ്ക്കുമ്പോൾ എല്ലാം വയലറ്റായിട്ടാണ് നിൽക്കുന്നത്. വയലറ്റ്. ആ വയലറ്റിൽ ഈ ചുമന്ന് നിൽക്കുന്ന മുളക് മാത്രമാണ് എരിയുള്ളത്. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പച്ചക്കറി തോട്ടത്തിലെ വിശേഷം. ഇതൊക്കെ ഇത്തിരി ചെടികളാണ്. ഇതൊക്കെ വെച്ചേക്കുന്നേ ഉള്ളൂ, ഒന്നും ഇതാക്കിയില്ല. പിന്നെ ഇത് ബാക്ക് സൈഡിൽ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിലോട്ട് വരുന്ന പാത. ഇതാണ് നമ്മളെ വീട്ടിലോട്ട് കയറി വരുന്ന പാത, റോഡ് തടം. ആ തടം ഇങ്ങനെ പോവും, അങ്ങോട്ട് പോവും. ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ മതിൽ കെട്ടി ഇങ്ങനെ ആക്കി വെച്ചൊക്കെയാണ്. ഇനിയിപ്പോൾ ഗേറ്റിൻ്റെ പണിയുണ്ട്. അപ്പോൾ മതിൽ പണി തീർന്നിട്ടില്ല. എല്ലാവരും ചോദിക്കും വീട് പണി എന്തായി. മതിലിങ്ങനെ കെട്ടി വന്നൊക്കെയാണ്. ഇതിപ്പോൾ കാറിട്ടേക്കുന്നത് കൊണ്ട് അവിടെ ഷീറ്റ് ഇട്ട് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അടുത്ത ആഴ്ച ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് വയ്ക്കണ ആൾ ഞായറാഴ്ച വരും. അപ്പോൾ ഞായറാഴ്ച എന്തായാലും ഗേറ്റ് വയ്ക്കും. ഗേറ്റ് വെച്ചതിന് ശേഷം മറ്റ് വിശേഷം കാണിക്കാം. ഗേറ്റ് വെച്ചതിന് ശേഷം അടുത്ത വിശേഷം കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ. പിന്നെ ഇതൊരു പയറാണ്. പയറിങ്ങനെ നട്ട് ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. അതൊന്നും കാച്ചിട്ടില്ല. ഇത് നമ്മളെ പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക നട്ടിട്ടുണ്ട്. ഇത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം നട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വീടുകളിൽ പുതിനയില നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പുതിനയിലയാണ്. പുതിനയില നട്ടിട്ടുണ്ട്. പിന്നെ വേറൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മളെ വിശേഷം. ഇവിടെ നിന്ന് നോക്കിയാൽ ഊട്ടി കൊടൈക്കനാൽ പോലുള്ള സ്ഥലമാണ്. രാത്രി ഇരുന്ന് കാണാനായിട്ട് നല്ല സീനറിയാണ്, നല്ല രസമാണ്. ഇത് നമ്മളെ വീട്ടിൻ്റെ മുകളിൽ ടെറസിന് മണ്ടയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള സീനറിയാണ്. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ. നല്ല തണുപ്പും നല്ല കാലാവസ്ഥയാണ്. അതൊക്കെ വീടാണ്. ചുറ്റുവട്ടം എല്ലാം വീടുണ്ട്. ഒത്തിരി വീടുകളാണുള്ളത്. അപ്പോൾ ഇതാണ്. പിന്നെ ഇവിടെ വെറുതെ 2 കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു റൂഫ് ഷീറ്റൊക്കെ അടിച്ച് അത് 2 കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. പണി പൂർത്തിയായിട്ടില്ല. അപ്പം നമുക്കിനി താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങാം. ഓക്കെ. ചീര പറിക്കാനുള്ള പരിപാടി നോക്കാം. ചീര തോരനും കൂടെ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചീര നല്ലതുപോലെ ഇനി കുറേ കൂടെ കഴിഞ്ഞാൽ പിന്നെ അത് മുറ്റിപ്പോവും. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. പേടിയുണ്ട്, വീഴുമെന്നുള്ള പേടി. എന്നാലും കുഴപ്പമില്ല. ഇറങ്ങുകയാണ്. അങ്ങനെ 2 മുളക് നമുക്ക് ചുമന്ന മുളക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. വീട്ടിൻ്റെ അകത്ത് വന്നപ്പം അത് നിറം മാറിയതുപോലെ തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. പിന്നെ
പിന്നെ ഇത് പുറത്താണ്. ഇതാണ് നമ്മൾ ഫിഷ് ടാങ്ക്. അത് ഫിഷ് കിടപ്പുണ്ട്, വെള്ളം മാറ്റണം. വെള്ളം മാറ്റാറായി. നമുക്കതിന് ഫുഡ് കൊടുക്കാം. അപ്പം അതിന് ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ഫുഡ് ഇട്ടു. അപ്പം ഇതാണ് ഫിഷ് ടാങ്കിൻ്റെ പുറത്ത് കുറേ ലക്കി ബാമ്പു ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഒരു ലക്കി ബാമ്പു വെച്ചേക്കുന്നതാണ്. ഇത് ചാടണ 2 വണ്ടി ഇട്ടേക്കുന്നു. ഒരു 2 വീലർ. നമുക്ക് ഷെഡൊന്നും ആയില്ല. നമുക്ക് ഷെഡൊക്കെ ഉണ്ടാവും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മളെ കിണറാണ്. കിണറ്റിൽ വല ഇട്ടിട്ടുണ്ട്. ഇപ്പം പുതുതായിട്ടൊക്കെ വെച്ചതേ ഉള്ളൂ, അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് പൂർണ്ണമായിട്ടും പൂർത്തിയാവുമ്പോൾ കാണിക്കാം. ഇനി നമുക്ക് കാണാൻ പോകണം നമ്മൾ ലിയോയാണ്. നമുക്കൊരു വീട്ടിലൊരു അംഗമുണ്ട്. അങ്ങനത്തെ കാണിച്ചു തരാം. ലിയോ വേണം. വാടാ ലിയോ, വാ. ലിയോ വരുന്നു. ലിയോ വരെയാണ്. ഇതാണ് നമ്മൾ ലിയോ. ലിയോ വന്നു. ലിയോ കൈ തരുന്നതാണ്. കൈ തരുന്നു. അങ്ങനെ കൈയൊക്കെ തരും. പിന്നെ ഇതാണ് ലിയോ. അത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ കൂടാണ്. ഇത് അവന് വേണ്ടിയിട്ട് കെട്ടിയ സ്ഥലമാണ്. ചാടാനായിട്ടൊക്കെ നോക്കുന്നു, പക്ഷെ പറ്റത്തില്ല. ഇതാണ് നമ്മളെ ഒരു ലിയോ. പൊയ്ക്കോ ലിയോ, പോ. ചെല്ല്, കയറി. അവിടെ പോയിരുന്നു. പോവുകയാണ്. ലിയോ പോകുന്നില്ല. അവിടെ എന്തോ ബഹളം കേട്ടിട്ട്, അവിടെ തട്ടുന്ന ബഹളം കേട്ടിട്ട് ലിയോ നോക്കിയാണ്. പുറത്ത് വെച്ചേക്കുന്നതിലൊരു റോസ് വെച്ചിട്ടുണ്ട്. അതിന് അവിടെ തട്ടലൊക്കെ കേട്ടിട്ടാണ് ലിയോ ബഹളം വയ്ക്കുന്നത്. ഇവിടെ മതിലിൻ്റെ ഒരു റോസുണ്ട്. അതിലത് ഞാൻ തന്നെ മേടിച്ച് വെച്ചാണ്. പക്ഷെ നിറയെ പൂവുണ്ടായിരുന്നു. ഇപ്പം അതിൽ 1-2 പൂവേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. മതിൽ കെട്ടി പൂർത്തിയായിട്ടില്ല. മതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മളെ കാർ പോർച്ചൊന്നും ആയിട്ടില്ല. അത് സാധാരണ ഒരു ഷീറ്റിട്ട് വയ്ക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഇച്ചിരി പൈസയുടെ ഇതൊക്കെ ഇല്ലേ, ഇത്രയൊക്കെ ആയില്ലേ. അപ്പോൾ അതിൻ്റെയാണ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഓരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് വീട്ടിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല. വീട്ടിൻ്റെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മതിൽ. ബാക്കിൽ മതിൽ ഇത് കെട്ടി ഇതുവരെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഗേറ്റ് വയ്ക്കും. ഇവിടെ ഈ കാർ കിടക്കുന്നതിൻ്റെ ഈ പോർഷനിൽ ഗേറ്റ് വയ്ക്കും. പിന്നെ ഇത് അപ്പുറത്തെ പെരേടമാണ്. ഞങ്ങളുടെ വീട്ടിന് ബാക്ക് സൈഡായിട്ട് കുറച്ച് വസ്തു കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഇത് തടമാണ്. വീട്ടിൻ്റെ ഇങ്ങോട്ട് കയറി വരുന്ന തടമാണ്. ഇതാണ് ഞങ്ങളുടെ വീട്. ഇതാണ് ഞങ്ങളുടെ വീട്. ഇത് തടത്തെ മുകളിലോട്ട് പോയാൽ അവിടെയും ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. വീട്ടു പണി പൂർത്തിയാകാത്ത കാരണമാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം അതിൻ്റെ പേയാണ്. ഓക്കെ.